ഹലോ, അസ്സലാമു അലൈക്കും. വെറും വെറുപ്പും വിദ്വേഷവും വൈരവുമായിട്ട് നടക്കുന്ന പല ആളുകളും നമ്മളെ കൂട്ടത്തിലുണ്ടാകാം. എന്നാലൊരു കാര്യം നമ്മൾ ചിന്തിക്കണം. വളരെ നൈമിഷികമായ കുറഞ്ഞ ജീവിതമേ ഈ ദുന്യാവിലുള്ളൂ. പരസ്പരം കടിച്ചു കീറാതെ ഇങ്ങോട്ടുമുള്ള കുറ്റപ്പെടുത്തലുകളും വേവലാതികളും പരസ്പരം പഴി ചാരിക്കൊണ്ട് അങ്ങോട്ടും വളരെ മോശമായ സ്വഭാവത്തോടു കൂടെ ജീവിച്ച് നമ്മൾ ഇവിടുന്ന് പോകേണ്ടവരല്ല. നമ്മളൊക്കെ എല്ലാവരും ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ ജീവിക്കേണ്ടവരാണ്. ജാതി മത ഭേദമന്യേ എല്ലാവരെയും ബഹുമാനിക്കാനും സ്നേഹിക്കാനും പരസ്പരം സഹായിക്കാനും നമ്മൾ പഠിക്കണം. അപ്പോഴേ നമ്മൾ മനുഷ്യൻ തന്നെ ആകുന്നുള്ളൂ. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ഇരുകാലി എന്നുള്ള നിലക്കല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കൊരു ആപത്തെത്തിയാൽ നമ്മളെ സഹായിക്കാൻ വരല് നമ്മളെ അയൽവാസികളോ അല്ലെങ്കിൽ നമ്മളെ കൂടപ്പിറപ്പിങ്ങളോ ആയിരിക്കും. അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെ എങ്ങനെയും കഴിഞ്ഞു പോകുമെന്ന് വെച്ചാൽ പോരാ. മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ രൂപത്തിലാവണം നമ്മളെ ജീവിതം മുന്നോട്ട് പോകേണ്ടത്. ഒരാൾക്കും എന്നെക്കൊണ്ടൊരു ദോഷം ഉണ്ടാവരുത്, എന്നെക്കൊണ്ടൊരു മോശം ഉണ്ടാവരുത് എന്നൊരു ചിന്താഗതി ആവണം നമുക്കുണ്ടാവേണ്ടത്. അല്ലാതിരുന്നാൽ നമ്മളെന്ത് ചെയ്യുന്നറിയോ, നമ്മൾക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ നമ്മളെ സഹായിക്കണമെങ്കിൽ, നമ്മളെ നോക്കണമെങ്കിൽ നമ്മളെന്ത് ചെയ്യണം? നമ്മൾ മാന്യമായ സ്വഭാവത്തിൻ്റെ മേലായിരിക്കണം. അല്ലാതിരുന്നാൽ ഒരാളും നമ്മെ വകവെക്കൂല. രാഷ്ട്രീയത്തിൻ്റെ പേരിലോ മറ്റെന്തെങ്കിലും പേരിലോ വെറുപ്പും വൈരാഗ്യവുമായിട്ട് ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം കട്ടപ്പുകയാണ്, വട്ടപൂജ്യമായിരിക്കും. ഒരു സെക്കൻഡ് മതി രോഗം വരാനും എന്നതുപോലെ തന്നെ ഉള്ള സമ്പത്ത് നശിക്കാനും. മരിച്ചു പോയാൽ നമ്മളെ സമ്പത്തും സന്താനങ്ങളും ഒക്കെ അവിടെ ഒഴിച്ചിട്ട് നമ്മൾ പോകുക. ഒരു പൈസ പോലും നല്ല കാര്യത്തിന് വേണ്ടി ചെലവാക്കാത്ത ആളുകൾ. നല്ല യുവത്വം ഇവിടെ കളഞ്ഞു കുളിക്കുന്നത് കള്ളിനും മദിരാക്ഷിക്കും മറ്റുള്ള മോശപ്പെട്ട പ്രവർത്തനങ്ങൾക്കുമായാൽ വയസ്സായി തന്തയാകുമ്പോൾ ഇങ്ങനെ ആലോചിക്കുകയാണ്, എൻ്റെ ചെറുപ്പക്കാലം ഇങ്ങനെയൊക്കെ പോയല്ലോ. പിന്നെ പല്ല് കടിച്ചിട്ട് കാര്യമില്ല. അപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ, നന്മകൾ ഈ യൗവന പ്രായത്തിൽ നമ്മളെന്താണ് എല്ലാ നന്മയും ചെയ്താൽ അത് നമുക്ക് ഉപകരിക്കും. വയസ്സായിട്ട് നമ്മൾ അന്തം വിട്ട് ഇങ്ങനെ അങ്ങോട്ടോട് നോക്കിയിട്ട് കാര്യമില്ല. മരിക്കാനായി എന്നുള്ള ചിന്ത നമുക്ക് എപ്പോഴും വേണം. എപ്പോഴാണ് എവിടെ വെച്ച് മരിക്കുന്ന ആർക്കും അറിയില്ല. അപ്പോൾ സർവ്വമതസ്ഥരെയും നമ്മൾ ബഹുമാനിക്കണം. ജാതിയുടെ പേരിലോ അതല്ലെങ്കിൽ മറ്റോ അവരെ അങ്ങോട്ടോട്ട് വേർതിരിച്ച് കണ്ട് അവരുമായിട്ടുള്ള എതിർപ്പോ വൈരാഗ്യമോ കൊണ്ട് നടക്കരുത്. എല്ലാവരും ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെയാണ് ജീവിക്കേണ്ടത്. അതാണ് നമ്മൾ ചെറുപ്പകാലത്ത് സ്കൂളിൽ നിന്ന് വരെ പഠിക്കുന്നതാണല്ലോ, അല്ലേ? നമ്മുടെ അസംബ്ലിയിലൊക്കെ അതല്ലേ ആദ്യം തന്നെ തുടങ്ങുന്ന എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരാണെന്ന്. ആ രൂപത്തിലായിരിക്കണം നമ്മുടെ ജീവിതം. അതാണ് ഇസ്ലാം